വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 24. 1-2 വാക്യങ്ങൾ. ദേവാലയത്തിന്റെ നാശം. യേശു ദേവാലയം വിട്ടുപോകുമ്പോൾ ദേവാലയത്തിന്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കാൻ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം കാണുന്നല്ലോ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. അസ്തിത്വത്തിനുള്ള അർഹത അവകാശപ്പെടുന്നത് ആയിത്തീരുന്നതിലൂടെ നേടിയെടുക്കേണ്ടതാണ്. യേശു ജെറൂസലം ദേവാലയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് കടന്നപ്പോൾ കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ചുകൊണ്ട് ദേവാലയത്തിന്റെ പ്രൗഢഗംഭീരമായിട്ടുള്ള പണിത്തരങ്ങളും അതിചേതോഹരമായിട്ടുള്ള അലങ്കാരപ്പണികളും രത്നഖചിതമായിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങളും ഒക്കെ യേശുവിനെ കാണിക്കാൻ ശ്രമിക്കുകയാണ്. യേശു അവയെ നിരീക്ഷിച്ചതിനു ശേഷം ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, മക്കളെ, നിങ്ങൾ കാണുന്ന ഈ ബ്രഹ്മാണ്ഡമായ ദേവാലയം, ഈ ചേതോഹരമായി പണിയപ്പെട്ടിരിക്കുന്ന ദേവാലയം നശിപ്പിക്കപ്പെടാനുള്ളതാണ്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം ഇതെല്ലാം നിർമ്മാർജ്ജനം ചെയ്യപ്പെടാൻ പോകുന്നു. യേശു തുടർന്ന് തന്റെ മനസ്സ് അവരുടെ മുമ്പിൽ വ്യക്തമാക്കി കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദേവാലയത്തിന്റെ പ്രൗഢിയോ മനോഹാരിതയോ അല്ല ദേവാലയത്തിന് ഭൂഷണമായിട്ടിരിക്കുന്നത്. അത് എന്തിനു വേണ്ടി നിർമ്മിതമായിരിക്കുന്നുവോ ആ കാര്യം അവിടെ പ്രധാനമായിട്ട് നടത്തപ്പെടണം. ഓരോന്നിന്റെയും അസ്തിത്വത്തിന്റെ അർഹത, ഓരോന്നും അവകാശപ്പെടുന്നത് ആയിത്തീരുന്നതിലൂടെയാണ് എന്ന നിത്യസനാതനമായ സത്യം യേശു അവരെ പഠിപ്പിക്കാൻ ആ അവസരം വിനിയോഗിച്ചു കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.